അങ്ങനെ അനാമികയുമായിട്ട് വഴക്കിട്ട് അനി ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക ഇവനെന്താ ഇങ്ങനെ തുടങ്ങുന്നത്, ആ നന്ദു ഒരു ശല്യമാണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ രാത്രിയില് നന്ദുവിന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജിനകത്ത് ഞാൻ വെളിയിലുണ്ട്, നീ പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ടുള്ള അനിയുടെ മെസ്സേജാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നന്ദുവിന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നന്ദു പതിയെ വീട്ടിൽ നിന്നും ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ വെളിയില് അനി നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ അനി നന്ദുവിന്റെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് പറയാണ്, എന്താ അനി ഈ സമയത്തെന്ന് ചോദിക്കുമ്പോൾ നിന്നോട് കുറച്ചു ദിവസമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിഷമിച്ച് നടക്കുക, നിന്നെ കാണാൻ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല, സാഹചര്യം കിട്ടുന്നില്ല, എനിക്കാണെങ്കിൽ വീർപ്പ് മുട്ടിയിട്ട് വീട്ടിലിരിക്കാൻ വയ്യ, അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ്. എന്താ അനി, എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയില്ല എനിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ എങ്കിലും അനി പറ എന്ന് പറയുന്നുണ്ട്. അല്ല നീ പറ, ലേഡീസ് ആണല്ലോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ആദ്യം പറയണ്ടേന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, എല്ലാ കാര്യത്തിലും തുല്യതയാ നന്ദു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് അനാമികനല്ല നിന്നെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നന്ദു, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അനി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്കും ഇഷ്ടം, നീ അനാമികയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കാൻ അങ്ങനെ കുറെ നേരം. പെട്ടെന്നാണ് നമ്മുടെ അനാമിക ചാടി എഴുന്നേക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും കനകത്തിന്റെ സ്വപ്നമായിരുന്നില്ല, അനാമികയുടെ സ്വപ്നമായിരുന്നു കേട്ടോ. അങ്ങനെ അനാമിക ചാടി എഴുന്നേക്കാണ്. ഈശ്വര, ഞാൻ കണ്ട സ്വപ്നം അത് വല്ലാത്തൊരു സ്വപ്നം തന്നെയായിരുന്നു. അനിയുടെ മനസ്സിൽ എന്തായാലും അവളാണെന്നുള്ള കാര്യം ഉറപ്പാ, അതുകൊണ്ട് അതിനോട് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എന്നോട് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കേണ്ടതല്ലേ, എന്ത് വില കൊടുത്തും എനിക്ക് അനന്തപുരിയിലെ മരുമകളാണ്, ആ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണമെന്നൊക്കെ അനാമിക ചിന്തിക്കുന്നുണ്ട്. അവള് ഒരു കരടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ, കല്യാണം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ തുടരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ ആ ഒരു പ്രസൻസ് ഞങ്ങളുടെ നിന്ന് മാറ്റണം, അവളെ ഒഴിവാക്കണം എന്ന് അനാമിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആനി മുറിയിൽ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. എന്താ ആനി, എന്തുകൊണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നിന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ ഒന്നും പോയില്ലേ, ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഏട്ടത്തി, എന്റെ വിഷമം ഈ വീട്ടിലെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ എത്ര തവണ എല്ലാവരോടും പറഞ്ഞതാ അനാമികൻ എനിക്ക് ഇഷ്ടമില്ല എന്ന്, പിന്നെ നിർബന്ധിച്ച് എല്ലാവരും കൂടി എന്നെ വിവാഹം കഴിപ്പിക്കുകയല്ലേ, എന്റെ ജീവിതത്തെ ഓർത്ത് തന്നെ ഇപ്പൊ ഞാൻ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ നിന്റെ മനസ്സിലുള്ള പെണ്ണ് ആരാണെന്ന് എനിക്ക് അറിയണ്ട, അതാ നല്ലതെന്ന് പറയാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ നീ മറന്നേക്ക്, ആദിശേട്ടന് മുമ്പിലോട്ട് അങ്ങനെ ഈ കാര്യം പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ ആദിശേട്ടൻ നീ ശരിയാക്കും, അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്ന് പറയാണ്. അനാമിക എന്നെ വിളിച്ചിരുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു കരടുണ്ട്, അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു, എന്താ ആ കരട് എന്ന് ചോദിക്കാണ്. നീ എന്താ ഫോൺ എൻഗേജഡ് ആയിരുന്നല്ലോ അവള് വിളിച്ചപ്പോ എന്നും പറഞ്ഞ് ആ കുട്ടി ഒരുപാട് വിഷമിച്ചു എന്ന് പറയുമ്പം അത് ഏട്ടത്തി, പിന്നെ ഞാൻ പലരെയും വിളിക്കും, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ അവൾ വന്നു എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒഴിവാക്കാനൊന്നും ആരും പറഞ്ഞില്ല, പക്ഷെ ഒരു കൺട്രോൾ ഒക്കെ വേണം എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയാണ്, ആ കുട്ടി ഒരുപാട് വിഷമത്തിലാണ് സംസാരിച്ചത്, ഇനിയിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നമ്മുടെ ചുറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, എന്റെ അവസാനം നീ കണ്ടതല്ലേ, ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ ആർക്കാണ്ടോ വേണ്ടിയാണ്, എന്റെ വീട് പോലെ തന്നെ ഈ വീട് ഞാൻ കണ്ടതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നത്, എനിക്ക് യാതൊരു സ്നേഹമോ സന്തോഷമോ പരിഗണനയോ ഒന്നും ആരിൽ നിന്നും കിട്ടുന്നില്ല ആനി എന്ന് പറയാണ്. നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം തിരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് അനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നിനക്കെങ്കിലും അനാമിക ആദ്യമായിട്ട് ഇവിടെ വന്ന ദിവസം തന്നെ എല്ലാവരോടും പറഞ്ഞുകൂടായിരുന്നു അനാമികയും ഞാനിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന്, നീ അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി, അത് അങ്ങനെയൊന്നും പറയാൻ പറ്റിയ ബന്ധമില്ല, ആരും അംഗീകരിച്ച് തരത്തുമില്ല, അതുകൊണ്ട് ഞാൻ ആരോടും പറയാനെന്ന് പറയുന്നുണ്ട്. എന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് ഏട്ടത്തിയോട് എങ്ങനെ പറയട്ടെ ചോദിക്കുമ്പോൾ വേണ്ട, എന്നോട് നീ പറയണ്ട, എനിക്കത് അറിയാൻ വേണ്ട, ആ ഒരു കാര്യം തന്നെ നീ അങ്ങ് മറന്നേക്ക്, എന്നിട്ട് ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക എന്നും പറഞ്ഞിട്ട് നയന അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യനെയാണ്. നവ്യ അബിയുടെ അടുത്ത് കിടന്ന് ഉറങ്ങാതിരിക്കും. ഇതേ സമയത്താണ് നിർമ്മല വിളിക്കുന്നത്. നിർമ്മല വിളിച്ചിട്ട്, എന്താടി ഉറങ്ങുവാണോ, ഇപ്പൊ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വെളിയിലേക്ക് വാ, ഞാൻ വെളിയിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. അപ്പൊ അബി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അഭിനയിച്ച് ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ട്. നവ്യ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അബി ചാടി ഇരുന്നേക്കാണ്. നന്നായി മോനെ, നീ വിളിക്കണം, അവള് ഉറങ്ങുകയും ചെയ്യരുത്, ടെൻഷൻ അടിച്ചവള് കിടക്കണം, നന്നായി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക അവള് തിരികെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവള് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നിർമ്മല പറയാണ്, നീ ഇറങ്ങി വാടി, ഞാൻ വണ്ടിയും കൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയുമ്പോൾ വൃത്തികെട്ടവനെ, നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്, ഞാൻ ഉണ്ടല്ലോ ഇപ്പൊ പോലീസിനെ വിളിച്ച് നിന്നെ ഞാനിപ്പോ കയ്യോടെ പിടികൂടി കൊടുക്കുന്ന കാണുമെന്ന് ചോദിക്കുമ്പോൾ നീ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നൊക്കെ പറയാണ്, അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ആ ഫോട്ടോസ് മോർഫിംഗ് ആണെന്ന് അവർ കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ മൊത്തം അംഗീകരിക്കണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മല വീണ്ടും നവ്യനെ കുറെ
പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞത് നീ വരണം, അത് സാധിച്ചു തന്നാൽ പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറയാണ്. ഞാൻ അങ്ങോട്ടേക്ക് കയറി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വന്ന് നോക്കടാ അപ്പൊ കാണാം, ഇനി നേരെ എന്നെ വിളിച്ചു പോയിക്കരുതെന്ന് പറഞ്ഞ് അവൾ ഫോണും കട്ടാക്കിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവൾ വരുന്ന കാണുമ്പോഴേക്കും പെട്ടെന്ന് അബി ഉറങ്ങൽ അഭിനയിച്ചിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. അല്ല നീ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടോയ്ലറ്റിൽ വരെ പോയതാന്ന് പറയാണ്. അല്ല ഭർത്താവ് ഉറങ്ങി കിടക്കുമ്പോൾ കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സ്വഭാവം അങ്ങനെ കൊണ്ടോടിയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, അവിക്കായിരിക്കും അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ളത്. എന്താ വഴക്കുണ്ടാക്കാനാണ് ഇപ്പോൾ എണീറ്റത്? ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൂ, ഞാൻ നടന്ന് ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് കിടക്കാണ്. അപ്പോഴേക്കും അബി മനസ്സിൽ കരുതുന്നുണ്ട് എന്തായാലും അവൻ നല്ല രീതിക്ക് ടെൻഷൻ എടുപ്പിച്ചിട്ടുണ്ട്, അതാ ഇവള് ഇങ്ങനെ കിടന്ന് ഉരുകുന്നത്. ചെല്ലടി ചെല്ല്, നിനക്കിട്ടുള്ളതൊക്കെ പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ നവ്യ നേരെ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി മനസ്സിൽ ഇനി കരുതിക്കൊണ്ട് കിടക്കാണ്. ഇതൊന്നും അല്ല മോളെ, ഇതൊക്കെ സാമ്പിളാ, നിനക്കിട്ടുള്ള പണി വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. നയനയാണെങ്കിൽ ആദർശ് ഹാളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായ കൊണ്ട് വരുന്നുണ്ട്. ചോദിക്കുകയാണ് നിങ്ങളുടെ ചായ ചോദിച്ചോ? ചോദിക്കുക മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ല എനിക്ക് ഇവിടെ ചായ ഇടാനുള്ള പണിയൊന്നും അല്ല, എപ്പോഴും ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. അത് മാത്രമല്ല മുത്തശ്ശി നോക്കാൻ മാത്രം അവിടെ നിന്നാൽ മതി എന്നാ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ജോലിയൻ എന്നെ കൊണ്ട് വയ്യാന്ന് പറയുന്നുണ്ട്. നിന്നെ ഇവിടുത്തെ അടുക്കളക്കാരായിട്ട് മാത്രമേ എന്റെ അമ്മ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് അടുക്കളയിലെ ജോലിയും ചെയ്തേ പറ്റുമെന്ന് ആദർശ് പറയുന്നുണ്ട്. നയന പറയാണ് ഓഹോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയേക്കാം, പക്ഷെ എന്റെ പുറകെ വന്ന് ആരും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഉത്തരമിട്ട് നിൽക്കാണ്. നയന ചോദിക്കുന്നുണ്ട് അതെ ആ മുത്തശ്ശനോടായിട്ടെങ്കിലും എന്നെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾക്കൊന്ന് അഭിനയിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, നിന്നെ പോലെ കള്ളം പറയാനും അറിയില്ല, നിനക്കല്ലേ അഭിനയിക്കാനും കള്ളം പറഞ്ഞൊക്കെ നന്നായിട്ട് അറിയാവുന്നേ, ദയവ് ചെയ്ത് എന്നെ മുമ്പിൽ നിന്ന് പോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂട് ചായ എടുത്ത് നിന്റെ മുഖത്തേക്ക് ഊറ്റും എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ഇത് കിടന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ആദർശം നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശ നല്ല സൂപ്പർ ചായയാണ്, ഏലക്കയും മസാല ഇട്ടിട്ടുള്ള അടിപൊളി ചായയാണെന്ന് പറയുമ്പോൾ നയന പറയാണ് അതിനകത്ത് ഏലക്ക ഇട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എങ്കിലും മസാല അരിക്കാൻ നല്ല രുചിയുണ്ടെന്ന് ഞാൻ പറയുകയാണ് മുത്തശ്ശ എന്ന് പറയുമ്പോൾ നയന പറയാണ് അതിൽ മസാല ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുകയാണ് അതിന് നീ ചായ കുടിച്ചു പോലും നോക്കിയില്ലോ ആദർശം എന്ന് പറയുമ്പോൾ ഞാൻ ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കിയാന്ന് മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അതെ എന്നെ കാണിക്കാൻ വേണ്ടി ആരും അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങൾ യഥാർത്ഥമായിട്ട് സ്നേഹത്തോടെ ജീവിച്ച ഈ മുത്തശ്ശൻ അത് തന്നെ മതി, അല്ലാതെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിട്ട് കോപ്രായം കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആദർശ് നിന്നെ ഒരുപാട് വിശ്വസിച്ചാണ് ഞാൻ നിൽക്കുന്നത്, നിന്നിലാണ് ഈ പ്രതീക്ഷ, അപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ മുത്തശ്ശന് വലിയ സങ്കടമാവും എന്ന് പറയുന്നുണ്ട്. പോയവനുള്ള നയന പറയാണ് കേട്ടല്ലോ എല്ലാം കേട്ടല്ലോ, ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അതിന് ഞാൻ 100 പ്രാവശ്യം ഞാൻ ക്ഷമ പറയുകയും ചെയ്തു, അറിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റല്ല, ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ചെയ്തൊരു തെറ്റാ, അതിനൊന്ന് ക്ഷമിച്ചൂടെ, എന്നിട്ട് എല്ലാം മറന്ന് ഒന്ന് സ്നേഹിച്ചൂടെ, ഞാൻ കുറച്ച് സ്നേഹം മാത്രമല്ലേ ചോദിച്ചുള്ളൂ, ഇനിയിപ്പോ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്നേഹിക്കുന്ന പോലെ ആ മുത്തശ്ശന്റെ അഭിനയിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ഇനി എന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, പിന്നെ എന്റെ പുറകെ ഒന്നാരും കാലുപിടിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ ആദർശ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടുകൂടിയിട്ടാണ് ഇന്നത്തെ അവസാനിക്കുന്നത്. നാളത്തെ റിവ്യൂസും അപ്കമിങ് ആളുടെ റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.